നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ദേവന്മാർ, ഗന്ധർവന്മാർ, സിദ്ധന്മാർ, മുനീന്ദ്രന്മാർ എന്നിവർ ഒത്തുചേർന്ന് ആദിത്യശോഭ എഴുന്ന നാഗമാതാവ് സുരസാദേവിയുടെ സമീപത്ത് പെട്ടെന്നെത്തി. സാദരം ദേവി, പവനാത്മജനായ ഹനുമാൻ എന്ന വാനരേന്ദ്രൻ പിതൃതുല്യ വേഗത്തിൽ സമുദ്രത്തിൻ്റെ ഉപരിതലത്തിൽ കൂടി ഇതാ ചാടുന്നു. ഇദ്ദേഹത്തിന് വിഘ്നങ്ങൾ എന്തെങ്കിലും ദേവി ഉണ്ടാക്കണം. മാമലയ്ക്കൊത്തൊരു ഘോരരൂപത്തിൽ അത്യുഗ്രങ്ങളായ ദംഷ്ട്രകൾ കാണുമാറ് മഞ്ഞ നിറത്തിലുള്ള വദനം വാനം പോലെ കാണിക്കണം. ഹനുമാന്റെ ബലപരാക്രമങ്ങൾ, ബുദ്ധിവൈഭവം എന്നിവ ഞങ്ങൾ ഒന്നുകൂടി കാണട്ടെ. തഞ്ചത്തിൽ ഇദ്ദേഹം ദേവിയെ വിജയിക്കുമോ അതോ അഴലിന് അടിമപ്പെടുമോ എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. സുരസാദേവിയാകട്ടെ വാനോരുടെ ആഗ്രഹം സഫലമാക്കുവാൻ ഒരുങ്ങി. ഏതൊരു ധീരന്റെ ഹൃദയത്തെയും ചഞ്ചലമാകത്തക്ക വികൃതവും ഘോരവുമായ രൂപത്തിൽ അമ്പരമാർഗത്തിൽ പ്രത്യക്ഷപ്പെട്ട്, എടോ വാനര, നിന്നെ എൻ്റെ ഭക്ഷണമായി ദൈവം അയച്ചു തന്നതാണ്. ഇതാ ഞാൻ നിന്നെ വിഴുങ്ങുകയായി. പിളർന്ന വായയിലേക്ക് നീ കടന്നേക്കൂ. സുരസാദേവിയുടെ വാക്കുകൾ കേട്ടിട്ടും ആകൃതി കണ്ടിട്ടും ഭാവവ്യത്യാസം ഇല്ലാതെ തെളിഞ്ഞ മുഖത്തോടെ തൊഴുതുകൊണ്ട് ഉത്തരം പറഞ്ഞത് ഇങ്ങനെയാണ്. ദശരഥ മഹാരാജപുത്രനായ ശ്രീരാമസ്വാമി നിർദ്ദേശം അനുസരിച്ച് ദണ്ഡകാരണത്തിലേക്ക് വന്നു. അനുജൻ ലക്ഷ്മണനും പത്നി സീതാദേവിയെയും അനുഗമിച്ചു. അരക്കന്മാരുടെ വൈരമേൽക്കേണ്ടി വന്ന മഹാപ്രഭു മറ്റൊന്ന് ചെയ്തുകൊണ്ടിരിക്കെ രാക്ഷസാധിപൻ രാവണൻ സീതാദേവിയെ അപഹരിച്ചു. ശ്രീരാമദേവന്റെ ആജ്ഞയനുസരിച്ച് ദേവിയുടെ സവിധത്തിലേക്ക് പോകുന്ന രാമദൂതനാണ് ഞാൻ. നരേന്ദ്രനായ സ്വാമിയെ നീ കൂടി സഹായിക്കണം. അല്ലെങ്കിൽ സീതാദേവിയെയും ദേവനെയും കണ്ട് വർത്തമാനങ്ങൾ അറിയിച്ചതിനു ശേഷം ഞാൻ നിന്റെ വക്ത്രഗഹ്വരത്തിൽ പ്രവേശിക്കാം എന്ന് സത്യം ചെയ്യുന്നു. കാമരൂപിണിയായ സുരസാദേവി ആഞ്ജനേയരോട് പെട്ടെന്ന് ഉഗ്രസ്വരത്തിൽ, ഹേ മർക്കട, എന്നെ പിന്നിട്ട് ഈ വഴിക്ക് ആരും പോകാറില്ല. ഇതാണ് എനിക്കുള്ള വരം. നാഗമാതാവ് മാരുതിയുടെ ശക്തി അറിയുവാൻ വീണ്ടും. കപിസത്തമ, ഇപ്പോൾ മറ്റൊന്നും ആലോചിക്കേണ്ട. എൻ്റെ ഉദരത്തിലേക്ക് പോകൂ. വിധാതാവ് എനിക്ക് നൽകിയ നിർദ്ദേശമാണിത്. കപികേസരിയുടെ മുന്നിൽ വലിയ വായും പൊളിച്ച് ദേവി നിന്നു. ആ രാക്ഷസീ രൂപത്തിൻ്റെ വാക്കുകൾ ഹനുമാനെ ചൊടിപ്പിച്ചു. ശരി, അങ്ങനെയാണെങ്കിൽ എന്നെ വിഴുങ്ങത്തക്ക വിധം നീ വായ് പൊളിക്കൂ. മാരുതിയുടെ രൂപമൊന്നു മാറി 10 യോജന നീളവും 10 യോജന തന്നെ വണ്ണവും ആയി കോപത്തോടെ നിന്നു. മേഘസദൃശനായ പവനതനയൻ 10 യോജന വലുതായത് കണ്ടപ്പോൾ സുരസാദേവി 20 യോജന നീളത്തിൽ വായ് പിളർന്നു. ചൊടിച്ച ഹനുമാന്റെ ദേഹം 30 യോജനയായി വളർന്നു. താമസമുണ്ടായില്ല. സുരസാദേവിയുടെ വക്രം 40 യോജനയാകുവാൻ വീരനായ ആഞ്ജനേയർ 50 യോജനയിൽ വളർന്നു. നാഗമാതാവിന് പരിഭ്രമം ലേശവും ഉണ്ടായില്ല. 60 യോജനയായി വായയുടെ വിസ്താരം. ഹനുമാന്റെ ദേഹം ഒന്നുകൂടി തടിച്ചു. 70 യോജന വണ്ണത്തിൽ നിൽക്കുന്നത് കണ്ട ദേവിയുടെ വായ 80 യോജനയായി. മാമലയ്ക്കൊത്ത വിശ്വരൂപത്തിൽ 90 യോജനയായി വാനരേന്ദ്രന്റെ ആകൃതി. സുരസാദേവിയുടെ വദനം തികച്ചും 100 യോജന വിശാലമായൊരു ഗഹ്വരമായി തീർന്നു. അമേയ ബുദ്ധിശാലിയായ അനിലാത്മജൻ പെട്ടെന്ന് പെരുവിരൽ വലുപ്പത്തിൽ ദേഹത്തെ ചെറുതാക്കി മിന്നൽ പിണർ പോലെ വായിലേക്ക് കടക്കുകയും പുറത്തേക്ക് ചാടുകയും കഴിഞ്ഞു. മഹാത്മാവായ മാരുതി അമ്പരമണ്ഡലത്തിൽ നിന്ന് കൈ തൊഴുത്, അമ്മേ, ഞാനിതാ തൃപ്പാദങ്ങളിൽ നമസ്കരിക്കുന്നു. അവിടുത്തെ വദനത്തിലേക്ക്, ഉദരത്തിലേക്ക് ഞാൻ പ്രവേശിച്ചു കഴിഞ്ഞു. ദേവി, അവിടുത്തേക്ക് വിധാതാവിൽ നിന്ന് കിട്ടിയ വരം സത്യമായി തീർന്നു. അടിയൻ സീതാദേവിയുടെ സമീപത്തിലേക്ക് പോകുന്നു. അനുഗ്രഹിക്കണേ. രാഹുവിൽ നിന്ന് മോചനം നേടി പുറത്തു വന്ന പൂർണ്ണചന്ദ്രനെ പോലെ നിൽക്കുന്ന കപിവരനോട് സ്വന്തം ദിവ്യരൂപത്തിൽ നിൽക്കുന്ന സുരസാദേവി സന്തോഷത്തോടെ, മകനെ, സുഖമായി പോകൂ. ശാന്തനായ കുമാര, ഉദ്ദേശിച്ച കാര്യം നേടൂ. മഹാനുഭാവനായ ശ്രീരാമൻ ചന്ദ്രനോടുകൂടി സീതാദേവിയെ കൂട്ടിയിണക്കൂ. അത്ഭുതപൂർവമായ ദുഷ്കര പ്രവൃത്തി കണ്ട ദേവമുനി വർഗങ്ങളെല്ലാം അതിഹർഷത്തോടെ നല്ലത് നല്ലത് എന്നിങ്ങനെ ശ്രീ ഹനുമാനെ മുക്തകണ്ഠം പ്രശംസിച്ചു. അദൃശ്യമാണ് വരുണാലയം. എന്നാൽ മാരുതിയാകട്ടെ അതിൻ്റെ മേൽഭാഗത്തോടുകൂടി ഗരുഡ തുല്യ വേഗത്തിൽ യാത്ര തുടർന്നു. വാരിധാര നിരകൾ സഞ്ചരിക്കുന്ന നാനാപക്ഷി വൃന്ദങ്ങൾ പറക്കുന്ന ഐരാവതമെന്ന നാൽക്കൊമ്പനാന വിഹരിക്കുന്ന ദേവേന്ദ്ര ഗുരുവര്യനായ ശ്രീ ബൃഹസ്പതി ഭഗവാൻ അധിവസിക്കുന്ന ആന, സിംഹം, പുലി, സർപ്പം തുടങ്ങിയ ദേവവാഹനങ്ങളാലും പാവന വിമാനങ്ങളാലും
മോടി ചേർക്കുന്ന ചെന്തീജ്വാല പോലെ ഇടിമിന്നൽ പ്രകാശിക്കുന്ന അപ്രമേയ സുഹൃതമാർജിച്ചവർ വസിക്കുന്ന വളരെയധികം ഹവിസുകൾ സ്വീകരിച്ച അഗ്നി ഭഗവാൻ പ്രോജ്വലിക്കുന്ന ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, ചന്ദ്രൻ, സൂര്യൻ എന്നിവകളാൽ വെട്ടിത്തിളങ്ങുന്ന നിർജ്ജനവും നിർമ്മലവും വിശാലവുമാർന്ന വായുദേവൻ സദാ സഞ്ചരിക്കുന്ന ഉംബർകോന്റെ വാഹനമായ മദഗജം മേയുന്ന സൂര്യചന്ദ്രന്മാർ പ്രയാണം ചെയ്യുന്ന ഈ പാർത്തട്ടിന് ഒരു മേലാപ്പു വിരിപ്പായി വിധാതാവ് കൽപ്പിച്ചു തന്ന ശ്രേഷ്ഠവീരന്മാരായ അനേകം വിദ്യാധരന്മാർ ഒത്തുചേർന്ന നഭോമണ്ഡലത്തിൽ എത്തിയ ശ്രീ ഹനുമാൻ മഹാവിഷ്ണു വാഹനമായ ഗരുഡനെ പോലെ ചിറകുകളുള്ള മാമല പോലെ ആലംബവിഹീനമായ വാനിടത്തിൽ കൂടി വേഗത്തിൽ പോകുവാൻ തുടങ്ങി. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.